എന്റെ പാപ്പന്റെ മോളാണ് കേട്ടോ. ഓളെ പിറന്നാളായിരുന്നു ശനിയാഴ്ച. അപ്പൊ ഓളെ ഏട്ടൻ തന്നെ വിളിച്ചിട്ട് പറയണേ നമുക്ക് ചെറിയൊരു പരിപാടി വീട്ടിലുണ്ട്, സർപ്രൈസ് ആയിട്ട് ഞാൻ ഒരു കേക്ക് മേടിച്ചിനെ, നമുക്ക് ഓള് വന്നു കഴിഞ്ഞാല് ഒന്ന് മുറിപ്പിക്കാന്ന്. പിന്നെ നമ്മളൊന്നും നോക്കില്ല, ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, ജോലി കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തും, നമുക്ക് സെറ്റ് ആക്കാറിനെ. അങ്ങനെ നേരെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടിട്ടോ. സർപ്രൈസ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഞങ്ങൾ എല്ലാ കൊല്ലം ഇങ്ങനെ ഒരു കേക്കോ മേടിച്ച് സെറ്റാക്കിയിട്ട് ഞങ്ങളെല്ലാവരും പോയി മുറിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോണ്ട് പിന്നെ പക്ഷെ ഒരു പ്രത്യേക ഫീലിംഗ് കേട്ടോ. അത് എത്രയായാലും ഒരു സന്തോഷം എന്ന് പറഞ്ഞാല് പിന്നെ ഒന്നും പറയാനില്ല. ഓക്ക് ആ കിട്ടുന്ന സന്തോഷം നമുക്ക് എല്ലാവരും കൂടി ഒത്തുചേരുന്ന ചെറിയൊരു സന്തോഷം, ഒരു പ്രത്യേക ഫീൽ തന്നെയാണല്ലോ ഫാമിലി തന്നെ. പിന്നെന്താണ് മുറിക്കണതിൽ മെയിനായിട്ട് ആരാന്നുള്ള കൂടുതലുള്ള ചേച്ചീൻ്റെ കുട്ടി കേട്ടോ. ഓക്ക് പിന്നെ അങ്ങനത്തെ ജാടിയും കാര്യങ്ങളൊന്നുമില്ല. ഓൾ ആര് വിളിച്ചാലും എല്ലാ കാര്യത്തിനും മുന്നിലുണ്ടാവും. അത് ആ ചോട്ടയാണ് കേട്ടോ, ആള് ഉഷാറാ. നമ്മളെ ഡോറാബൂജിയാണ്, അതിന്റെ കട്ടൊക്കെ ഞാൻ കൊണ്ടുവന്നിന്. ഓക്ക് പിന്നെ അങ്ങനത്തെ പരിപാടികൾ ഇതൊന്നുമില്ല, മാറിക്കലൊന്നുമില്ല, എല്ലാത്തിനും മുൻപന്തിയിലുണ്ടാവും കേട്ടോ. അതാ ഈ കാണുന്ന ആളാണ്. പിന്നെ അതൊക്കെയാണ് ആ കേക്ക് മുറിച്ചില്ല, ഓനാണ് കേട്ടോ. എല്ലാ കാര്യത്തിനും ആൾ ഉഷാറാണോ, അങ്ങനെ സെറ്റാക്കിയാണ് വിളിച്ച്, ഇങ്ങനെ പരിപാടി ഉണ്ട് നമുക്ക് സെറ്റാക്കണോ, ഒന്നും നോക്കണ്ട, ഞാൻ മേടിച്ചിട്ട് നമുക്ക് എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ കൊണ്ട് മുറിക്കാന്ന് പറഞ്ഞിട്ടൊക്കെ. നമ്മൾ ആപ്പടെ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, പക്ഷെ നമുക്ക് ഒത്തിരി സന്തോഷമാണ് അതിൽ നിന്ന് കിട്ടുക തന്നെ. ഫാമിലി ആയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഫീലും കാര്യങ്ങളൊക്കെ ആണല്ലോ. എല്ലാവരും ഒത്തുചേർന്ന് കുറച്ചു നേരം വർത്താനം ഒക്കെ പറയാന്ന് പറഞ്ഞാൽ തന്നെ. പിന്നെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങൾ ഫുഡ് അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ഈ കേക്ക് മുറി ഇതൊക്കെ ആയിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ.